Good morning, friends. It's me, Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a fantastic positive day. All the time we are speaking about positiveness. എന്നിട്ട് ഈ പോസിറ്റീവ് നിങ്ങൾ കേൾക്കാൻ 2 വർഷം 3.5 നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ അത് ഇടയാക്കിയിട്ടുണ്ടോ? ധാരാളം പേരെ വിളിക്കുന്നത് എനിക്കറിയാമുണ്ടെന്ന്, എങ്കിലും പൊതുവായിട്ട് നിങ്ങൾക്കൊരു അലേർട്ടിന് വേണ്ടി ചോദിക്കുകയാണ്. അതായത് നാം മറ്റുള്ളവർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ല, മറ്റുള്ളവരെ വിധിക്കുന്നില്ല, കുശുമ്പും കുന്നായ്മ പറയുന്നില്ല, ഇകഴ്ത്തുന്നില്ല. അപ്പോൾ നമ്മളിലുണ്ടാകുന്നൊരു പോസിറ്റീവ് തിങ്കിങ് എന്താണെന്നറിയാം, നമ്മളെപ്പറ്റി ആരും അങ്ങനെ പറയത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ സുവിശേഷം അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറണം. നമ്മുടെ സ്ഥിതി എങ്ങനെ? മലയാളിയുടെ പൊതുവെ എല്ലാവരും എന്നെ സ്നേഹിക്കണം, എൻ്റെ ആവശ്യങ്ങൾ കോടിയെത്തണം, എന്നെ ആവശ്യമെങ്കിൽ കോരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകണം, എല്ലാം ചെയ്യണം. പക്ഷേ ഞാൻ ചെയ്യുമോ എന്നുള്ളതാണ് പ്രശ്നം. അയ്യോ എനിക്ക് ഓഫീസിൽ പോകണം, ഞാൻ ഷീറ്റ് അടിച്ചിട്ടില്ല, ഉണങ്ങിയിട്ടില്ല, അതൊന്ന് പോയിക്കണമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു. നമ്മളിങ്ങനെ 100 കാരണങ്ങൾ കണ്ടെത്തി അത് ചെയ്യാതിരിക്കുകയും ചെയ്യും. അവിടെയാണ് നെഗറ്റീവ്സ് കയറി വരുന്നത്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നാം അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ നാം മറ്റുള്ളവരോട് പെരുമാറണം. ഓക്കെ, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ, സീരിയസ് ആയിട്ട് ശ്രവിക്കുന്ന പലരും ടി വിയിലിട്ടൊക്കെയാണ് അവർ കാണുന്നതെന്ന് പറയും, കുടുംബമായിട്ടിരുന്നത്. കാരണം നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പോലും നെഗറ്റീവ് വരത്തില്ല, അതാണ് എൻ്റെ ഉറപ്പ്, അഷുറൻസ്. ഇപ്പോൾ ഞങ്ങൾ ന്യൂസ് വെക്കാറില്ല കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളപ്പം, അതിൽ പറയാത്ത ഭാഷകളൊന്നും ഏത് ഒരു ചാനലും വ്യത്യാസമില്ല. എന്നാൽ ഇംഗ്ലീഷ് ചാനൽ കുഴപ്പമില്ല, BBC ഇൻ്റർനാഷണൽ CNN ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഏത് ചാനലെടുത്താലും മ്ലേച്ഛ ഭാഷകളിങ്ങനെ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാത്ത മ്ലേച്ഛ ഭാഷകളും മ്ലേച്ഛമായ കാര്യങ്ങളും പച്ചയായിട്ട് പറയുക. അത് പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഒരു പ്രത്യേക മാസിക കോട്ടയത്ത് ഇറങ്ങുന്നുണ്ട്, 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്, നിർത്തല്ലേ. അപ്പം അത് മുഴുവൻ ഇങ്ങനെ അത് അവസാനം വീട്ടിൽ കയറ്റാൻ കൊള്ളുകയെന്ന് പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കൊച്ചു വർത്താനവും സെക്സും ഈ പടമൊക്കെ വരച്ചിരുന്നത് വളരെ അഗ്ലി പിക്ചേഴ്സും ഒക്കെ ഇട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ചാനൽ ഒരാൾ കൊന്നു, ഒരു സംഘടന ഉണ്ടായിരുന്നു, മരിച്ചു എന്ന് എഴുതിയാൽ തീരുന്ന വിഷയം. അതിന് ഒരാളെ കല്ലുകൊണ്ടിടിച്ചു കൊന്നു, വാക്കത്തേക്ക് മൃഗീയമായി വെട്ടിക്കൊന്നു. എന്നിട്ടും പറയാൻ അതിന് വിഷ്വൽസ് എടുത്തിട്ട് ഒരുമാതിരി ഇങ്ങനെ വെട്ടുന്നു, നുറുക്കുന്നു, സഹിക്കുന്നില്ലല്ലേ? അതൊക്കെ കാണും. ഒരു പാവം മനുഷ്യനാണ്, ഒരു കുടുംബത്തിൻ്റെ നാഥനാണ്, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ്, അവനെയാണ് ഇങ്ങനെ കൊല്ലുന്നത്. അതിങ്ങനെ കാണിക്കുക. അതുകൊണ്ട് ചാനൽ നമ്മൾ കുട്ടികളുള്ളപ്പം ന്യൂസ് വെപ്പിക്കാറില്ല. ഇപ്പം അവർ തന്നെ ഒന്ന് ചിന്തിക്കട്ടെ, അവർ ചാനലൊന്ന് കേൾക്കട്ടെ. ഒരു കുഞ്ഞിന് കേൾക്കാവുന്ന ഭാഷയാണോ, ഒരു 5ാം ക്ലാസ്സുകാരിക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കി. ഓൺലി ഫോർ അഡൾട്ട്സ്, എസ്പെഷ്യലി ഫോർ ഹെൽത്തി അഡൾട്ട്സ്. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് മാനസിക വിഭ്രാന്തി ഉണ്ടാകും. ഈ ചാനലൊക്കെ കണ്ട ഇത് കുത്തിയിരുന്നതിലും കാണുന്ന കുറേ അച്ചായന്മാരെ അമ്മച്ചിമാരെ എനിക്കറിയാം, വേറെ പണിയൊന്നുമില്ല. ഒരു ദിവസം രാവിലെ 5 മിനിറ്റ് കേൾക്കുക, പിന്നെ ഒരു ജോലി ഇല്ലാത്ത ഉച്ചയ്ക്ക് 5 മിനിറ്റ് കേൾക്കുക, വൈകിട്ട് അത്ര മതി. അത് ഇവർ തന്നെയും പിന്നെ ഒരേ വാർത്ത തന്നെയാണ് പറയുന്നത്, മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ച്. ഇമ്പ്രസീവ് വേർഡ്സാണ് ഉപയോഗിക്കേണ്ടത്, ഇമ്പ്രസീവ്. അപ്പോൾ നിങ്ങൾ ഇന്നടുത്തൊരു സംഘടന ഉണ്ടായി, ബാറിലൊരു സംഘടന ഉണ്ടായി, ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അവിടെ അടിയുണ്ടായി, ഒരാൾ മരിച്ചു. അതിന് ഇവർ പറയുന്നത് അങ്ങനെയല്ല, ഇന്ന ജില്ലയിൽ ഇന്നടുത്തൊരു ബാറുണ്ട്, ആ ബാറിൽ ഇങ്ങനെ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുക, കയറി വന്നു, അവരങ്ങനെ ഇങ്ങനെ അവസാനം കസേര എടുത്തടിച്ചു, വടിവാളെടുത്ത്, ഇങ്ങനെയൊക്കെ അങ്ങ് പറയുക. എന്ത് മോശം. അതുകൊണ്ട് അത് നിർത്തണം. TV കണ്ട് മാനസിക ഭ്രാന്തിയിലേക്കും ഇത് എന്താ പറയുക, നമ്മളിങ്ങനെ വിഷാദ രോഗത്തിലൊക്കെ ആളുകൾ പോകുന്നു.
എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ശ്രദ്ധിക്കുക. മിനിമം ന്യൂസ് കാണുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ഇൻ്റർനാഷണൽ നാഷണൽ ന്യൂസ് നമുക്കറിയാം, അത് മതി. പിന്നെ അതങ്ങ് വിട്ടുകളെ. ഓക്കെ, ഞാൻ പറയാൻ വന്ന വിഷയം ഇതൊന്നുമല്ല, സാന്ദർഭ്യവശാൽ അത് കയറി വന്നതാണ്. നമ്മൾ ഇലക്ഷനെ കഴിഞ്ഞിങ്ങനെ റിസൾട്ടൊക്കെ കാത്തിരിക്കുകയല്ലേ. അതേ സമയത്ത് ഇൻ്റർനാഷണലി നമ്മൾ വളരെ വലിയൊരു നൂൽപ്പാലത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോഴത്തെ നൂതന യുദ്ധതന്ത്രങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇറാനിലേക്ക് US-ഉം ഇസ്രായേലുമൊക്കെ അവരുടെ അണുവായുധങ്ങൾ നശിപ്പിക്കാനും ലാബററികൾ തകർക്കാനും ബോംബിട്ടു. അപ്പം 2 or 3 മിസൈലുകൾ ഇസ്രായേലിലോട്ടൊക്കെ വിടുന്നുണ്ടെങ്കിലും അവരുടെ തന്ത്രം എന്താ? അയൽക്കാരൻ എല്ലാം ബോംബിടുക, മിസൈൽ വിടുക. പിന്നെ അത് തകർക്കുന്നുണ്ട്. ആ മിസൈലുകൾ പൊട്ടാതെ തകർക്കാനുള്ള ശേഷി ആ രാജ്യങ്ങൾക്കുണ്ട്. അവർക്ക് ധനമുള്ള ശേഷി അതുകൊണ്ട് അവർക്കത് വാങ്ങിച്ച് വെക്കാൻ പറ്റി. അയൺ ഡോണൊക്കെ മിസൈൽ വരുന്ന കാണുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഫയറാവും. അത് അല്പം പണച്ചെലവുള്ള ഫയറിങ്ങാണ്, എന്നാലും അത് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അപ്പം ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പം ഒരുമാതിരി വൈകിട്ട് ചായ കുടിക്കുന്നവർക്കറിയാം. ഞാൻ YMCA പോകാറുണ്ട് വൈകിട്ട് ഒരു 4 തൊട്ട് 5:30 വരെ. ചുമ്മാ കൂട്ടുകാരെ കാണാൻ വർത്താനം പറയാൻ പോകുന്നു. ചിലപ്പോൾ ഇച്ചിരി ചീട്ട് കളിക്കും, ഈ കുണുക്കൊക്കെ വെച്ച്. ആ സമയത്ത് ചിങ്ങൻ ലൈബ്രറി വന്നാൽ ചിലപ്പോൾ ഞാൻ 2-3 കുണുക്കൊക്കെ ആയിട്ടിരിക്കുന്ന കാണാം. പക്ഷേ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമപ്രായക്കാരായിട്ട് പരസ്പരം സംസാരിക്കാൻ നമുക്ക് അവസരം പറ്റുന്നുണ്ട്. ഹലോ, അത് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അതാണ് നമ്മുടെ രീതി. നമ്മൾ പരസ്പരം സംസാരിക്കും, ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യും. 5 മണി 4 to 5:30. ഇത് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഒരു സോഷ്യൽ മിംഗ്ലിങ് എപ്പോഴും വേണം. ഇപ്പോൾ എനിക്ക് പല തിരക്കാണ്, എപ്പോഴും ഡയറിയൊക്കെ എഴുതുന്ന സ്വഭാവമുണ്ട്. ഇപ്പം അതുപോലെ തിരക്കാണ്. അപ്പോൾ ഒരു കല്യാണം വിളിച്ചാൽ നമ്മൾ നോക്കും പറ്റുമോ ഇല്ലയോ, അപ്പോഴേ അവരോട് പറയുന്നത് ആ പ്രശ്നം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. അന്ന് വേറൊരു പുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ പ്രശ്നം, എന്നാലും വേണ്ടെന്നൊക്കെ പറയും. വേണമെങ്കിൽ കുറച്ച് ദിവസം ഇരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സമൂഹമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഹൈലി പോസിറ്റീവായിരിക്കും. പോസിറ്റീവായി നിങ്ങളെ എല്ലാവരും സ്വീകരിക്കും. നിങ്ങളൊരു കുശുമ്പനും ഇല്ലാത്ത ഉണ്ടാക്കി പറയുന്നവനും മറ്റുള്ളവരെ സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ അപമാനിച്ച് വർത്താനം പറയുന്നവരാണെങ്കിൽ കേൾക്കുമ്പം ഗതികേട് കൊണ്ട് അവർ ചിരിക്കുമെങ്കിലും പിന്നീട് നിങ്ങളെ കാണുമ്പോൾ അവരെ ഒഴിഞ്ഞു മാറും. നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഒരു ദരിദ്രരാശി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പഞ്ഞം പറച്ചിലുകാരൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുത്തൻ അപവാദം പറയാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളറിയുന്നില്ല. നിങ്ങൾ സാവധാനം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെന്തിനാണ് ബഫൂണാകാൻ പോകുന്നത്? നിങ്ങളെന്തിനാണ് മറ്റുള്ളവർ മുമ്പ് കൊച്ചാകാൻ പോകുന്നത്? നിങ്ങൾക്ക് നന്മ കണ്ട് പറഞ്ഞുകൂടെ? നന്മകളെ പറ്റി പറഞ്ഞുകൂടെ? തിന്മകളെന്തിനാണ് പറയുന്നത്? ഇപ്പോൾ ഒരു പെൺകുട്ടി മിടുക്കിയായിട്ട് ഒരുങ്ങി അവൾ IT ജോലിക്ക് പോവുക, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവളാണ്. അവൾ നല്ല ഡ്രസ്സിട്ട് പോകുന്ന കാണുമ്പോൾ ഇവന് കുശുമ്പ. എന്നാൽ ഇവൻ്റെ മകൻ്റെ മകൾ ഇതേ ജോലിക്ക് പോകുന്നുണ്ട്, അത് നന്മയാണ്. അത് മൈക്രോസോഫ്റ്റ് അല്ലേ, ഇത് TCS മൈക്രോസോഫ്റ്റൊക്കെ തന്നെ വ്യത്യാസം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുത്ത് ഞാൻ എത്ര പേരെ കേൾക്കുന്നുണ്ടെന്നറിയോ. ഞാൻ ശാസിക്കാറുണ്ട്, ഉപദേശിക്കും, മേലാൽ ഇങ്ങനെ പറയരുതെന്നൊക്കെ പറയും. ബുദ്ധിമാൻ വള്ളി പറയുന്നുണ്ട്, വിദ്യജ്ഞാനം ഉപദേശിച്ചാൽ ബുദ്ധിമാൻ ജ്ഞാനം പഠിക്കുമെന്ന്. നിങ്ങളൊരാളെ ഉപദേശിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്നവൻ ബുദ്ധിമാനാണെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ കുഞ്ഞായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ ക്ലാസ് നിർദ്ദേശമൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ട്, നമ്മുടെ പ്രവർത്തനം അയൽവക്കങ്ങളിലും പ്രചരിക്കുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്,
അവരും അത് പരിശീലിക്കുന്നുണ്ടെന്നൊക്കെ പറയും. ഞാനപ്പോൾ പറഞ്ഞു കൊടുക്കും, കുട്ടി അത് വിദ്യജ്ഞാനം ഉപദേശിച്ചാൽ ബുദ്ധിമാൻ ജ്ഞാനം പഠിക്കുമെന്ന് ഒരു വചനമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എവിടുന്ന് നന്മ കിട്ടിയാലും അത് സ്വീകരിക്കണം. ഇനി സ്വന്തം പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന, അല്ല അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ മോസ്കിലൊക്കെ പോകും, അവിടെയുള്ള അധികാരികളിൽ നിന്നോ മോശമായത് ചിലപ്പോൾ കിട്ടിയാൽ അത് സ്വീകരിക്കരുത്. സെറ്റ് നോ ടു ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്. നമ്മുടെ മനോമുഖരത്തിൽ കേട്ടത്. പക്ഷേ പോസിറ്റീവ് ആണെങ്കിൽ വി മസ്റ്റ് അബ്സർവ് ഇറ്റ് അറ്റ് വൺസ് ഇറ്റ് സെൽഫ്. ആര് പറഞ്ഞാലും വേണ്ടി നന്മയാണ് പറയുന്നതെങ്കിൽ സ്വീകരിക്കുക, തിന്മയാണ് പറയുന്നതെങ്കിൽ സ്വന്തം മാതാപിതാക്കളെന്ന് പോലും ഞാൻ പറഞ്ഞു കടന്നു കയ്യാണ്. കാരണം ഒരാളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മാതാപിതാക്കൾ. പക്ഷെ അവരുടെ വായിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ വന്നാൽ നീ ഇന്ന കൂട്ടുകാരുടെ കൂടെ കൂടരുത്, അല്ലെങ്കിൽ അവൻ ഇന്ന ജാതിയാണ് എന്നൊക്കെ പറയുമ്പോഴേ അത് വെട്ടിക്കളഞ്ഞേക്കണം. അവർ പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ ജീവിതം തുറന്നുകൊണ്ടിരിക്കുക. മതവും ജാതിയും വർഗവും നോക്കേണ്ട കാര്യമില്ല. എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരു നാൾ നാം ക്യൂ നിൽക്കേണ്ടി വരും. എന്നാൽ മരണം പോകിക്കൊണ്ട് സ്വർഗം അവകാശമാക്കാൻ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഈ കറമ്പനോ വെളുമ്പനോ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരനോ മേൽജാതിക്കാരനോ ഒന്നുമില്ല. അവിടെ എല്ലാവരും മനുഷ്യർ. അതുകൊണ്ട് ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരെ കുന്നായ്മ വിധിക്കപ്പെടാൻ നമ്മളെന്തിനാണ് വിധിക്കപ്പെടുന്നത്? ഒരുമാതിരി 90% ആളുകളും സ്വർഗം അവകാശമാക്കുവാൻ തക്ക വിധം ജീവിക്കുന്നവരാണ്. അപ്പം കുറച്ചുകൂടെയൊക്കെ മാറി വചനങ്ങൾ പഠിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും, അതുപോലെ നമ്മൾ നമ്മുടെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സുവിശേഷം പറയണമെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ നാവുകൊണ്ട് പറയണ്ട, ഡൂയിങ്സിലും മതി. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ, കമ്പനിയുടെ പ്രോഡക്റ്റ് അതിന് ഗുണമേന്മ, അല്ല ഓഫീസിലാണെങ്കിൽ ഇന്നലെ വർഗീസ് സാർ വന്നില്ലല്ലോ എന്ന് അന്വേഷിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറും. അപ്പം അവൻ്റെ ക്രിസ്ത്യാനി അല്ല, അവനൊരു മുസ്ലിം അല്ല, അവൻ നല്ലൊരു നായര അല്ല നമ്പൂരിയ, ഇങ്ങനെ ആൾ പറയും. പേര് പറയാൻ ഇഷ്ടമില്ലാത്തിട്ടല്ല, പെട്ടെന്ന് പറയുന്ന അതൊരു സുവിശേഷ പ്രവർത്തനം. ഏത് മതത്തിൻ്റെ ആണേലും. ഞാൻ പറഞ്ഞു വന്നത്, വചനം പറയാതെയും കൽപ്പനകൾ പാലിക്കാതെയും നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടെ കോയിൻസൈഡാണ്, കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അപ്പം ബൈബിൾ വായിക്കണം, സഹോദരനെ സ്നേഹിക്കണം. കഴിഞ്ഞ ദിവസത്തെ ഒരു പള്ളി നടന്ന സംഭവം, നമ്മുടെ ഇവിടെ കോട്ടയത്തൊന്നുമല്ല, അങ്ങ് തിരുവല്ല സൈഡിൽ. അപ്പം അവിടെ ഈ തിരുനാളിന് കാഴ്ചയൊക്കെ കൊടുക്കുമ്പോഴേ ഒരാൾ തന്നാൽ ഞാൻ വാങ്ങിക്കത്തില്ല, വേറെ ആര് തന്നാലും മേടിക്കുമെന്നൊക്കെ. ഒരാൾ വലിയ വീം പഠിക്കുക, ഇച്ചിരി സാധാരണക്കാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ചോദിച്ചു, ബ്രദറെ ഇങ്ങനെ വന്നു, എന്താ പേര്? മത്തായി. എന്നാ മത്തായി പ്രശ്നം? അതേ പണ്ട് അവൻ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു സംഭവത്തിൽ ഇവനെ ഒന്ന് കളിയാക്കി പോലും, അതുകൊണ്ട് ഞാൻ അവനോട് പിണങ്ങിയിരിക്കുക. അവൻ തന്ന ഈ നേർച്ച എന്ന് പറയാൻ എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു. അത് പിന്നെ നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം ഭക്ഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥം, അത്രയേ ഉള്ളൂ. അത് അതിന് കൽപ്പിച്ചാൽ മതി. അമാനുഷിക ശക്തികളൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കൂടെ ചേരുമ്പം കൂട്ടായി ഭക്ഷണം കഴിക്കുന്നത് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു, അത് ആളോട് ഞാൻ മേടിക്കുക എന്താ പറയുന്നത്, പാപമല്ലേ തെറ്റല്ലെന്ന് ചോദിച്ചു. നമ്മളെങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ സഹോദരന് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനോട് പോയി ക്ഷമ പറഞ്ഞ് സ്നേഹപ്പെട്ട് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് വേണം ആ ബലി തുടരാൻ എന്നല്ലേ പഠിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ആ സഹോദരൻ തരുന്ന ആ കാഴ്ചയപ്പത്തിന് കൂടുതൽ ബലം കൊടുക്കണം, കൂടുതൽ സ്നേഹം കൊടുക്കണം. ആ ഒരു നിങ്ങളുടെ വിഷയത്തിൽ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ആ ചെറിയ കാര്യം നിങ്ങളുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു. അയാൾ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. സോറി, എനിക്കറിയില്ലായിരുന്നു, ആരും പറഞ്ഞു തന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വലിയ ആളൊന്നുമില്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്, സാധാരണ ഒരു കത്തോലിക്കനാണ്, എനിക്കും അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. പക്ഷേ ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ ഒരിക്കലും
ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളെ കർത്താവ് നമ്മളെ പഠിച്ച് ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന്. ഒരു കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ 4 കിലോമീറ്റർ നടക്കണമെന്നും ഒരടി അടിക്കാൻ വന്നാൽ 2 അടി മേടിക്കണമെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ വിഷയങ്ങളുണ്ട്, സംസാരിക്കാൻ പറ്റാത്തൊരു സമയമാണ്. കാരണം ഇലക്ഷൻ പ്രോട്ടോക്കോൾ നിലനിൽക്കുമ്പം എല്ലാവരും വിജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പം അത് ആരെയെങ്കിലുമൊക്കെ വിണപ്പെടുത്തുമല്ലോ. ഒരു കാര്യം സത്യമാണ്, വിണപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റും. നോ പറയാതെ ജീവിക്കാൻ പറ്റത്തില്ല. നോ പറയേണ്ടി വരും, വിണപ്പെടുത്തും. പക്ഷെ അത് സാരമില്ല. എന്നിരുന്നാലും നമ്മുടെ ചാനലിൻ്റെ ഒരു പോളിസി, ഒരു വലിയ ജനാധിപത്യപരമായ യുദ്ധം നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ പോരാളികൾ പോരാടട്ടെ, നമ്മൾ കാഴ്ചക്കാരായി നിൽക്കട്ടെ, അറിവും പ്രചോദനവും ഊർജവും കൊടുത്തുകൊണ്ട് പിന്നിൽ നിൽക്കട്ടെ എന്നാണ് നമ്മുടെ തിയറി. അതാണ് ഞാനതൊന്നും പറയാത്തത്. ഓക്കെ, അപ്പം സമകാലീന ജീവിത സാഹചര്യത്തിൽ ആവശ്യം വേണ്ടത് ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അതിലേക്ക് ആളുകളെ വലിച്ചഴിക്കാനാണ് ചില തോറ്റ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇറാൻ തോറ്റ് മുടിഞ്ഞ് നിൽക്കുക. അവനിനി ഇപ്പോൾ ഒരു ആക്ച്വലി അവർക്കൊരു നേതാവ് പോലും ഇല്ല. പല നേതാക്കന്മാരാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഒരു സായുധ സേനയുടെ ഹെഡ് വേറെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഭരിക്കുകയാണ്. മെയിൻ നേതാക്കന്മാരെല്ലാം മരണപ്പെട്ടു പോയി. അപ്പം ഇനിയിപ്പോൾ അവർ ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിന് ഒരു തീരുമാനം എടുക്കണം. ഇതിപ്പോൾ ഇല്ല. ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞാൽ 6 ചർച്ചയ്ക്ക് പോവും. അവരുടെ ഗതികേട് കൊണ്ട് അവർ പോകാത്തത്. കാരണം അതാണ് സ്ഥിതി. അപ്പോൾ അവരെന്താ ലോകരാജ്യങ്ങളെതിരേക്ക് ഇളക്കാനും പക്ഷം പിടിപ്പിക്കാനും ആവശ്യമെങ്കിൽ ഒരു കൂട്ടയടി നടത്താനും അവർ ശ്രമിക്കുന്നു. അപ്പോൾ അത് ഒഴിവായി പോകണം. ലോകത്ത് സമാധാനം ഉണ്ടാകണം. ഒരു യുദ്ധവും ഒരു അടിപിടിയും ഒരു കാര്യത്തിന് ഒരു അവസാനമല്ല. പ്രശ്നങ്ങൾ ബുദ്ധിപൂർവ്വം ചർച്ച ചെയ്ത് തീർക്കുന്നതാണ് ബുദ്ധി. ഇതൊക്കെയാണ് നമുക്ക്. അത് മാർപ്പാപ്പ ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരും അതിൻ്റെ പാത പിന്തുടർന്ന് ആ പ്രശ്നം തീരും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.